മതിലുകളെക്കുറിച്ച് പറയുമ്പോൾ ആധുനിക മലയാളി ലൈംഗികതയുടെ മഹാനായ സൈദ്ധാന്തികൻ എന്നാണ് പ്രൊഫസർ വി രാജീവൻ ബഷീറിനെ വിശേഷിപ്പിക്കുന്നത്. നാരായണിയും ബഷീറും മതിലിനപ്പുറവും ഇപ്പുറവും സംസാരിക്കുമ്പോൾ മതിൽ അവരിൽ പരസ്പരാസക്തി പെരുപ്പിക്കുന്ന തൃഷ്ണയുടെ മതിലാകുന്നു. ലോകം തന്നെ ഒരു ജയിലാണെന്ന് കഥയുടെ പല പ്രധാന ഘട്ടങ്ങളിലും കഥാകൃത്ത് ആവർത്തിച്ചു പറയുന്നുണ്ട്. നീണ്ട ജയിൽ ജീവിതത്തിന് ശേഷം പുറത്തുവിടാനുള്ള ഉത്തരവ് വന്നപ്പോൾ ബഷീർ പ്രതികരിക്കുന്നത് നോക്കുക. ജയിലർ വളരെ സന്തോഷത്തോടെയും നാടകീയമായും പറഞ്ഞു, യു ക്യാൻ ഗോ മിസ്റ്റർ ബഷീർ, യു ആർ ഫ്രീ. ഞാൻ നടുങ്ങിപ്പോയി. എൻ്റെ കണ്ണുകൾ കാണാതായി, ചെവികൾ കേൾക്കാതെയായി, ആകെക്കൂടി ഒരെരപ്പ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, വൈ ഷുഡ് ഐ ബി ഫ്രീ? ഹൂ വാണ്ട്സ് ഫ്രീഡം? ജയിലർ ചിരിച്ചു. നിങ്ങളെ വിടാൻ ഉത്തരവായിട്ടുണ്ട്. നിങ്ങൾ ഈ നിമിഷം മുതൽക്ക് സ്വതന്ത്രനാണ്. നിങ്ങൾക്ക് സ്വതന്ത്ര ലോകത്തേക്ക് പോവാം. സ്വതന്ത്രൻ, സ്വതന്ത്ര ലോകം. ഏത് സ്വതന്ത്ര ലോകം? വൻ ജയിലിലേക്ക് വേണമല്ലോ പോകാൻ. ആർക്കു വേണം ഈ സ്വാതന്ത്ര്യം? പ്രണയത്തിനിടയിൽ മതിലുകളാണെങ്കിൽ ലോകം തന്നെ ഒരു വൻമതിലാണെന്നും അങ്ങനെയെങ്കിൽ ആർക്കു വേണം സ്വാതന്ത്ര്യമെന്നാണ് ബഷീർ മതിലുകളിൽ ചോദിച്ചത്. 1989 ബഷീറിന്റെ മതിലുകൾ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കിയത്. ബഷീറായി അഭിനയിച്ച മമ്മൂട്ടിയും നാരായണിയായി ശബ്ദാഭിനയത്തിലൂടെ കസറിയ KPSC ലളിതയുമാണ് മതിലുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ കുടിയേറുന്നത്. നോവലിനെ പോലെ തന്നെ ശക്തമായി സിനിമയും. മതിലുകൾ ചെയ്യുമ്പോഴേ അവർക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. കാരണം ഇത് ബഷീർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നല്ലോ എന്നുള്ള വലിയ ഉത്സാഹമായിരുന്നു. അത് ബഷീർ എന്ന് പറഞ്ഞില്ല, ഞാനും ആ കാലത്ത് മമ്മൂട്ടിയെ പോലെ സുന്ദരനായിരുന്നു. അതായത് മമ്മൂട്ടി അതിനകത്ത് മതിലുകളിൽ നടത്തവും പുള്ളിയുടെ ഭാവവും സംസാര രീതി അതും ഇത് ഈ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു ബഷീറിയൻ അല്ലേ, ആ രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അത് നമുക്കത് മമ്മൂട്ടി അല്ലാതെ വേറൊരാളെ പറ്റി നമുക്ക് ആലോചിക്കാനേ പറ്റില്ല അങ്ങനത്തെ ഒരു സബ്ജക്റ്റ്.